ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് വേണം തോന്നുന്നത് കിച്ചൺ അല്ലേ. വളരെ സൗകര്യത്തോട് കൂടിയിട്ട് എന്നാൽ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഒരു കിച്ചൺ നിർമ്മിക്കണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നല്ലൊരു മോഡേൺ കിച്ചൺ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ബാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺ ആണ് കേട്ടോ ഇത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ടൈല് മൊത്തത്തിൽ വരുന്നത്. കയറി വരുമ്പോഴേ ഡോറിന്റെ സൈഡിലെ വാളായിട്ട് ഒരു സിമ്പിൾ ക്രോക്കറി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒത്തിരി ക്രോക്കറി ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴേ നേരെ കാണുന്നത് ഒരു റേക്കാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ സ്ലാബ് വറുത്തിട്ട് താഴെ മുഴുവനായിട്ട് ഷെൽഫ് കൊടുത്തുകയാണ്. ഷെൽഫൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോഫി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈസി ആയിട്ട് തുറക്കാനും മടക്കാനൊക്കെ കഴിയുന്ന തരത്തിലാണ് ഡോറൊക്കെ വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് മൊത്തത്തിൽ ഷെൽഫ് വരികയാണ് കേട്ടോ. ഈ റേക്കിന്റെ തൊട്ട് മുകളിലായിട്ട് 3 ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ 2 സൈഡിലായിട്ടും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന്റെ നടുക്ക് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി താഴത്തായാലും മുകളിലായിട്ടും ഒത്തിരി സ്റ്റോറേജ് ഷെൽഫ്സ് വരുന്നുണ്ട്. ഒരു സ്റ്റോറേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഈ റാക്കിനോട് ചേർന്നിട്ട് ഫുൾ ലെങ്ത്തിൽ ഒരു കബോർഡ് വരുന്നുണ്ട്. അത് വന്നിട്ട് ഒരു വുഡൻ ടൈപ്പ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഓപ്പൺ ആക്കിയാൽ ഒത്തിരി ഐറ്റംസ് കൊള്ളാനുള്ള തരത്തിൽ സ്പേസ് വരുന്നുണ്ട്. ഇനി ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഭാഗത്ത് നോക്കിയാൽ അവിടെയാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ടേബിൾ വരുന്നുണ്ട്. അതിന്റെ ചെയറൊക്കെ വന്നിട്ട് ഒരു വുഡൻ ടൈപ്പിൽ കുഞ്ഞു ചെയറാണ് കേട്ടോ. ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോറിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്കും സ്റ്റൗ ഒക്കെ വരുന്നത്. കൗണ്ടർ ടോപ്പിൽ സ്ലാബ് വാർത്തിട്ടാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. അവിടെ ഷെൽഫ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഒരു സൈഡിലായിട്ട് വലിയൊരു സിങ്ക് വരുന്നുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് പാത്രങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു വിൻഡോയും വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്തായിട്ട് സിങ്കിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഗ്യാസ് സ്റ്റൗവും സെറ്റ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ കിച്ചണിലെ ഫർണിച്ചേഴ്സിന്റെ സെറ്റിംഗ് ആയാലും ഷെൽഫ്സ് ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റവ് ഇരിക്കുന്ന ആ സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അടുപ്പ് വരുന്നത്. അത് വന്നിട്ട് അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള പുകയില്ലാത്ത അടുപ്പാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വിറകൊക്കെ വെക്കാവുന്ന തരത്തിൽ സ്പേസും വരുന്നുണ്ട്. അവസാനമായിട്ട് ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വുഡൻ വൈറ്റ് തീമിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.